അപ്പോൾ റിയൽമിയുടെ 13 Pro Plus 5G എന്നൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. റിയൽമി സ്വയം പറയുന്ന ഇനിയൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്യാമറയൊന്നും വേണ്ട, ഈ ഒരു റിയൽമിയുടെ ഫോൺ മതി എല്ലാം ഷൂട്ട് ചെയ്യാനൊക്കെ തന്നെ. അതും പിന്നീട് ഇവർ കമ്പയർ ചെയ്യുന്ന രണ്ട് ഫോണുണ്ട്, അതായത് iPhone 15 Pro Maxും S24 Ultra ഒക്കെ ആയിട്ടാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. അതെവിടെയോ കിടക്കുന്ന ഫോൺ, ഇത് ഒരു 30,000 രൂപ റേഞ്ചിൽ വരുന്ന ഫോൺ. അപ്പം അത്രക്കുള്ളൊരു ക്യാമറ ഉണ്ടോ ഈ ഒരു ഫോണിൽ? അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, പ്രൈസ്, ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒറ്റ വീഡിയോ നോക്കാം. അപ്പം കൂടുതലായിട്ടൊന്ന് പറഞ്ഞ് ടൈം വേസ്റ്റില്ല, അപ്പോൾ നേരെ വീഡിയോ എടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് വരുന്നത് തന്നെ പറയാം. 3 വേരിയൻ്റ് ആയിട്ടാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ബേസ് മോഡലായിട്ടുള്ള 8GB 256GB വേരിയൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാൽ 32,999 ആണ്. പിന്നീട് മിഡിൽ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 256GB വേരിയൻറ്റ് കൂടെ വരുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് 34,999. പിന്നീട് ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 512GB വേരിയൻ്റെ പ്രൈസ് 36,999 ആയിട്ടാണ് വരുന്നത്. ബട്ട് ഇത് കൂടാതെ ഓഫർ വരുന്നുണ്ട്. ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ നമുക്ക് 29,999 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹയർ വേരിയൻറ്റ് ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള 12GB 512GB വേരിയൻറ്റ് 33,999 കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു 30K ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഫോൺ വരുന്നത്. ദെൻ ഇതിൻ്റെ ഡിസൈൻ കഴിഞ്ഞ മോഡലായിട്ടുള്ള 12 Pro Plusൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു സെയിം ആയിട്ടുള്ള ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുറച്ചും കൂടെ ബൾക്കി ആയിട്ടുള്ള ഫോണായത്, പക്ഷേ ഇത് കുറച്ചും കൂടെ ലൈറ്ററായിട്ട് മാറിയിട്ടുണ്ട്. 190 ഗ്രാം വെയിറ്റും 8.4 mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. സോ ചെറിയ രീതിയിലുള്ളൊരു തിക്നെസ്സും വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പുതിയ മോഡലിൽ കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബാക്ക് പാനലാണെങ്കിൽ തന്നെ ഗ്ലാസ് ബാക്കും വരുന്നുണ്ട്, വീഗൻ ലെതറും വരുന്നുണ്ട്. അത് കളർ ഡിഫറൻസിൻ്റെ ആ ഒരു ചേഞ്ചിലാണ് ഈ ഒരു ഡിഫറൻസ് ഒക്കെ തന്നെ വരുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഗ്ലാസ് ബാക്ക് ആണ്. അപ്പം കാണാൻ അത്യാവശ്യം നല്ല പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. വലിയ വ്യത്യാസം തന്നെ പഴയ മോഡലിൽ നിന്നില്ല. ബട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 3D കർവ്ഡ് ആയിട്ടുള്ള AMOLED 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. ഒരു 3D കർവ്ഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കാണാനൊക്കെ നല്ല നൈസായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ആ ഒരു സെൻട്രൽ അലൈനായിട്ടുള്ള പഞ്ച് ഹോളിൻ്റെ ആ ഒരു ക്യാമറ സൈസ് കുറച്ചും കൂടെ കുറക്കായിരുന്നു. അത് കാണാൻ കുറച്ചും കൂടെ ഒരു വലിയ സൈസായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നല്ല കേർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ഒക്കെ കൊടുക്കുന്ന സമയത്തും ആ ഒരു നോച്ചിൻ്റെ ആ ഒരു പഞ്ച് ഹോളിൻ്റെ സൈസ് കുറച്ചധികം വലുത് തന്നെയാണ്. അപ്പം അത് കുറച്ചൊരു ബോറായിട്ട് തോന്നി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ. ബാക്കിയൊക്കെ തന്നെ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വരുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ക്യാമറയാണ്. ക്യാമറ വൈസ് പറയുകയാണെങ്കിൽ 15 MBയുടെ ഒരു പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അതും സോണിയുടെ LYT701 എന്ന സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഒരു 15 MBയുടെ ഒരു 3Xൻ്റെ ഒരു പെരിസ്കോപ്പിക് ലെൻസാണ്. അതും സോണിയുടെ LYT600 എന്ന സെൻസറാണ് വരുന്നത്. പിന്നീട് 8 MP ഒരു അൾട്രാ വൈഡും റിയറിൽ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറയിൽ 4K ആയിട്ട് 13 FPS വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നീട് സെൽഫി ആണെങ്കിൽ തന്നെ 32 MBയുടെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അതിൽ നമുക്ക് 4K ഒന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ നിങ്ങളിത് നോക്കണം, അതായത് iPhone 15 Pro Max അതുപോലെ തന്നെ S24 Ultra ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നൊരു ഫോൺ നമുക്ക് സെൽഫി ക്യാമറയിൽ 4K കിട്ടുന്നില്ല. പിന്നീട് റിയറിൽ തന്നെ നമുക്ക് 4K 16 FPS ഒന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വെറുതെ ഒരു ഗിമ്മിക്സ് മാത്രമാണ് ഇവരിങ്ങനെ എടുത്തെടുത്ത്, അല്ലെങ്കിൽ ഒരു ക്യാമറ ഇനി വേണ്ട, ഈ ഒരു റിയൽമിയുടെ ഒരു ഫോൺ മതി എന്നൊക്കെ പറയുന്നൊരു വെറും ഒരു പ്രൊമോഷന് വേണ്ടിയുള്ള ഗിമ്മിക്സ് മാത്രമാണ്, അല്ലാതെ ഒരു ബെസ്റ്റ് ക്യാമറ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ച്, ഒരു 30K എന്ന പ്രൈസ് പോയിന്റിൽ അത്യാവശ്യം നൈസായിട്ടുള്ള ക്യാമറ ഫോൺ തന്നെയാണ്. ബട്ട് ഈ ഒരു 1.5 ലക്ഷം രൂപയുടെ ഒക്കെ ഫോണായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ അതിൻ്റെ ഒന്നും ഒരു 7 അയലത്ത് പോലും ഇതിനെത്താൻ വേണ്ടി പറ്റൂല. പിന്നീട് ഇതിൽ 120x വരെയുള്ള സൂമിങ് നമുക്ക് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് റിവ്യൂസിനൊക്കെ തന്നെ നോക്കുക. ക്യാമറ ഫോട്ടോസൊക്കെ തന്നെ അത്യാവശ്യം നൈസായിട്ടുള്ള ഫോട്ടോസ് ആയിരിക്കും. വീഡിയോസിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ ക്യാമറ റിവ്യൂസൊക്കെ തന്നെ എന്തായാലും ഫുള്ളായിട്ട് നോക്കുക. എന്നിട്ട് മാത്രം പോയിട്ട് ക്യാമറ നോക്കിയിട്ട് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ പോയിട്ട് എടുക്കുക. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ഫോൺ തന്നെയാണ് ഈ ഒരു റിയൽമിയുടെ 13 Pro Plus 5G എന്ന ഫോൺ. അപ്പോൾ അതാണ് ക്യാമറ. പിന്നീട് പെർഫോമൻസ് ആണെങ്കിൽ തന്നെ Qualcomm Snapdragonൻ്റെ 7S Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ആൻറ്റു സ്കോർ എന്ന് പറയുന്ന അറൗണ്ട് 6,18,000 ആണ് വരുന്നത്. ഇതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇതിൻ്റെ പഴയ മോഡലായിട്ടുള്ള 12 Pro Plusലും വരുന്നത്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും റിയൽമി കൊണ്ടുവന്നിട്ടില്ല. പഴയ അതേ രീതിയിൽ തന്നെയാണ് പെർഫോമൻസ് വരുന്നത്. ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയല്ല. ബട്ട്
എന്നാലും ചിപ്സെറ്റ് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമായിരുന്നു. ബട്ട് ക്യാമറ ഫോൺ ആയതുകൊണ്ട് തന്നെ ഒരു ഓവറോൾ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് എന്തായാലും ഒരു ആവറേജ് പെർഫോമൻസ് ഈ ഒരു ഫോണിന് എന്തായാലും കിട്ടുന്നതായിരിക്കും. പിന്നീട് LPDDR4X റാമും USF 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. റിയൽമി UI 5.0 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 14 ആണ്. പെർഫോമൻസ് നേരത്തെ അതാണ്. അതുപോലെ തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും റിയൽമി തരുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ തന്നെ 5200 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഓവറോളായിട്ട് ഈ ഒരു 30,000 രൂപ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയാണ്. വീഡിയോഗ്രാഫി അത്രത്തോളം ബെസ്റ്റാണെന്ന് ഞാൻ പറയില്ല. ബട്ട് ക്യാമറ റിവ്യൂസ് ഒക്കെ തന്നെ നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. സ്പെസിഫിക്കേഷൻ വൈസ് ഇതിൽ വലിയ സെൻസർ ഉണ്ട് എന്നൊന്നും വെച്ചിട്ടൊന്നും ഫോൺ വാങ്ങരുത്. അപ്പോൾ ക്യാമറ റിവ്യൂസൊക്കെ തന്നെ പക്കയായിട്ട് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. വെറുതെ ഇവരിപ്പം റിയൽമി ഒരുപാട് ഇതിലുള്ള ഗെയിമിങ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇതിന് കൊടുക്കുന്നുണ്ട്. വലിയ ക്യാമറയാണ് അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതൊന്നും നോക്കരുത്. നിങ്ങൾക്ക് പറ്റിയ ക്യാമറ ഇതിലുണ്ടോ എന്നുള്ളത് റിവ്യൂസ് നോക്കിയിട്ട് മാത്രം സെലക്ട് ചെയ്യാം. ബാക്കി ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ ഓൾവേസ് ഞാൻ പറഞ്ഞു ക്യാമറ ബെസ്റ്റ് ആണെന്നുള്ളത്. പെർഫോമൻസ് ഒക്കെ തന്നെ നോർമലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് എന്താ അത്രയേ ഉള്ളൂ. നല്ല ഡിസൈനും കാര്യങ്ങളും നല്ല ബിൽഡും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.